ഗുഡ് മോർണിംഗ്. ഞായറാഴ്ച ലീവായിരുന്നു. രാവിലെ തന്നെ മീൻ പിടിക്കാൻ ഇറങ്ങി കേട്ടോ. ഒരു 5:45 വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടാവും. ഒരു 6:10 സ്പോട്ടിലേക്ക് എത്തിയിട്ടാ. അപ്പോൾ നമ്മൾ കാണുന്ന ചെറിയ ചെറിയ തോട്ടിലിങ്ങനെ എറിഞ്ഞിങ്ങനെ പോവുകയാണ്. ഫസ്റ്റ് തന്നെ വന്ന് ഈ തോട്ടിലിങ്ങനെ എറിഞ്ഞിട്ടൊരു 4-ാമത്തെ കാസ്റ്റ് എറിഞ്ഞപ്പോഴേക്കും നമുക്കൊരു മീൻ അടിച്ച് കയറിയിട്ടാ. അപ്പം ഇതുപോലെ നല്ല നല്ല മീനുകൾ കയറട്ടെ. കണ്ടോ കിട്ടോ. ഇതേ ഈ എറിയണ കാസ്റ്റ് കേട്ടോ മീൻ അടിക്കണേ. ഈ എറിയാൻ പോണ കാസ്റ്റിൽ ഞങ്ങൾ 3 ആൾ ഇറങ്ങിയ കേട്ടോ. ഒരാൾ ആ മൂലയ്ക്കും പോയി, ഒരാൾ അപ്പുറത്തേക്കും പോയിട്ടുണ്ട്. ആ വെള്ളത്തേക്കിന് നോക്കി കേട്ടോ. പെട്ടെന്ന് ടേഞ്ഞൊരു പൊട്ടലേക്കാം. വെള്ളത്തിൻ്റെ മുകളിലേക്ക് പൊന്തനാണ്. അയ്യോ, അടിച്ച് സാധനം കുഴപ്പമില്ല കേട്ടാ. ഒരു 1/2 കിലോയ്ക്ക് എടുത്തുണ്ടാകും മുതൽ. എന്തായാലും ഒരു മീഡിയം വരാൽ. നമ്മൾ ഉപയോഗിച്ചിരുന്ന ഫ്രോഗ് ലാർക്കിൻ്റെ സാമ്പന്നെ കേട്ടാ. കുറച്ചായിട്ട് ഇപ്പോൾ തന്നെയാണ്. അത് ഒരാശയുള്ള പോലേക്ക് തോന്നണം. അതായിട്ട് ഇടുമ്പോൾ ഡെയിലി 1-2 വെച്ച് കിട്ടാറുണ്ട്. അപ്പം പിന്നെ വേറെ ഫ്രോഗ് എടുത്ത് കാസ്റ്റ് ചെയ്യാൻ തോന്നാറില്ല. അപ്പം പിന്നെ ഇപ്പം തന്നെ എങ്ങോട്ടെ കഴിഞ്ഞ് പോകണം. മുട്ടിലഞ്ഞ് ഇവിടെ വാ. നിൽക്കടാ, നിൽക്ക്. സാധനം വിയറ്റ്നാം ആട്ടാ. ഇപ്പം അത് നാടൻ അങ്ങനെ കുറവാണ്. ഒരു 10-15 അടിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ 1-2 നാടൻ ഉണ്ടാവും. അതപ്പം അവസ്ഥ. അപ്പോൾ പിന്നെ ഇവനൊക്കെ എടുത്ത് വെച്ച് പിന്നെയും കുറേ കാശ് ചെയ്ത് നോക്കിട്ടാ. വേറെ ഒന്നും അടിച്ചില്ല. പിന്നെ ഒരു 9:30 ആകുമ്പോൾ ഞങ്ങൾ മെല്ലെ കയറി. പിന്നെ വെയിലിന് ചൂട് കൂടുതൽ തുടങ്ങി. പിന്നെ അവിടെ ഒന്നും റെഡി ആവില്ല. പിന്നെ ഉച്ചയ്ക്ക് ശേഷം ചോറൊക്കെ കൊണ്ടൊരു 4:30 ആകുമ്പോൾ ഇറങ്ങിയിട്ടാ. അത് നമ്മളങ്ങനെ വരുന്ന വഴിക്കുള്ള തോടുകളിലിങ്ങനെ എറിഞ്ഞിങ്ങനെ വരികയാണ്. അങ്ങനെ വരുന്ന വഴിക്ക് ഒന്നും നമ്മൾ കയറിയിട്ടാ. നല്ല കാറ്റുണ്ട്. അത് വൈകുന്നേരത്ത് ഇറങ്ങിയപ്പോൾ പക്ഷേ നല്ല കാറ്റാണ്. നമ്മളിപ്പോൾ ഒരു സ്പോട്ട് ലക്ഷ്യമായി നടക്കുകയാണെങ്കിൽ നമ്മളൊക്കെ ഫ്രണ്ടിൽ കാണുന്ന തോട്ടിൽ എറിഞ്ഞെറിഞ്ഞ് പോകണ്ട. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അത്ര നേരം ആ സ്പോട്ടിൽ കൂടെ ആൾ എനിക്കൊന്നും ഇല്ലാത്ത കാരണം മീനുകളൊക്കെ ഇങ്ങനെ കരക്കടിച്ച് ഇങ്ങനെ കയറി എടുക്കുന്നുണ്ടാവും. അപ്പോൾ അങ്ങ് എറിഞ്ഞെറിഞ്ഞ് പോവുകയാണെങ്കിൽ പെട്ടെന്ന് വെള്ളത്തിൽ ഇറക്കം തട്ടിയിട്ടുണ്ടെങ്കിൽ അവരവിടേക്ക് ശ്രദ്ധിക്കും. പിന്നെ അവിടെ നിന്ന് അടിക്കും. എന്താ വെച്ചാൽ അത്ര നേരം അവരുടെ ടെറിട്ടറിയിൽ ഒരു അനക്കം ഇല്ലാതെ അങ്ങനെ കിടക്കുക. പെട്ടെന്ന് ഒരു അനക്കണ തട്ടുമ്പോൾ അവർ അവിടെ ശ്രദ്ധിക്കും. എന്തായാലും നോട്ടം അവിടെ എത്തും. പിന്നെ നമ്മളവിടെ എത്തിയിട്ടില്ലല്ലോ. നമ്മൾ കുറേ ബാക്കിലാണ്. ആൾക്കാരെ അനക്കൊന്നും അവിടെ ഇല്ലാനും. അപ്പോൾ ഓരോ സ്പോട്ടിൽ അവിടെ അടിക്കും സാധനം. പിന്നെ ഇപ്പം നമ്മുടെ നാട്ടിലെ തോടിലും കായലിലൊക്കെ മൊത്തം ഇപ്പോൾ വിയറ്റ്നാം ആയ കാരണം അവർക്കിപ്പോൾ നാടൻ വരാലിനേക്കാളും നല്ല അഗ്രസീവാണ്. ഒരിടത്ത് കൂടെ എന്തോ പോലെ അപ്പടിക്ക് വരും. അപ്പോൾ കാണുന്നവരൊക്കെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്കും സബ്ബൊക്കെ ചെയ്യണേ. നല്ല ഫ്രോഗ് ഇങ്ങനെ വലിച്ചിങ്ങനെ വരുമ്പോഴേ പെട്ടെന്നൊരു ചെറിയൊരു അടിൻ്റെ അടിച്ചു. ഞാൻ ഫ്രോഗിന് കൊണ്ടില്ല. ഞാനൊരു സെക്കൻഡ് വെച്ച അവിടെ എന്നിട്ട് മെല്ലെ വന്നിട്ട് ഞെട്ടിച്ച് വയ്ക്കാതാ. അപ്പോൾ അതിൽ സാധനമുണ്ട്. അതാണ് പിടിച്ച് വലിച്ചതിൻ്റെ മുകളിൽ കയറുന്നതിൻ്റെ വഴിക്ക് ഈ കരക്കിൻ്റെ എത്തിയപ്പോൾ വെക്കുമ്പോൾ വിട്ട്. പിന്നെ അതിൻ്റെ മുകളിലേക്ക് ചാടിയിട്ടുണ്ട്. ഒറ്റ തട്ടിലിട്ടിട്ടുണ്ട് പുറത്തേക്ക് എടുത്തിട്ട്. അതുകൊണ്ട് സാധനം മിസ്സാവാതെ നമുക്ക് കിട്ടിയിട്ടാ. നോക്കട്ടാ ഇപ്പോൾ അടി അടിക്കും. അവിടെ നിൽക്കുക കൂട്ടാ. രാവിലെ കിട്ടിയതിൻ്റെ അത്രയ്ക്കുണ്ട് വലിപ്പം ചേട്ടാ. അതിനെങ്കിൽ ഒരു പൊടി ചെറുതാണ്. നല്ല കാറ്റടിക്കുന്നുണ്ടല്ലേ. ഫുള്ള് കാറ്റെടുക്കാൻ സൗണ്ടാണ് കേൾക്കുന്നുണ്ടാവും.
ചെറുതായിട്ട് തട്ടിയ കാരണമാണ് മേലൊക്കെ ചെറുതായിട്ട് ചോര പൊടിയുണ്ട്. ഈ താമരയുടെ മുള്ളുണ്ട് താഴത്തെ മുള്ള് കാരണം അതിൻ്റെ തണ്ടില്ലേ അപ്പം ഈ അരാരം പോലെ ഇങ്ങനെ ചെറിയ ചെറിയ മുള്ളുകളുണ്ട്. നമുക്ക് വേറെ ചാക്കിലാക്കാം, എന്നിട്ട് വേറെ കാശ് ചെയ്തൊക്കെ അടിക്കാൻ നോക്കാം നമുക്ക്. പിന്നെ നമ്മൾ കുറേ നേരം കാശ് ചെയ്ത് നോക്കിട്ടാ, പിന്നെ മീനൊന്നും അടിച്ചില്ല. നമ്മൾ വന്നിട്ട് വീട്ടിൽ പോയി. പിന്നെ രാവിലെ കിട്ടി വന്നവിടെ വീട്ടിലില്ലേ, രണ്ടും കൂടെ പൊരിച്ചടിക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് അടിക്കണേ. ബായ്. അപ്പോൾ അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. ഓക്കെ.